ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ GD എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് എന്താണ് സ്റ്റാർട്ട് ചെയ്തത് 5/9/2024 ആൻഡ് ദെൻ ഇത് അവസാനിക്കുന്നത് 14/10/2024 വരെയാണ്. അതായത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ എന്ന് പറയുന്നത് അടുത്ത മാസം 14 വരെയാണ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ഈ ഒരു GD എക്സാമിന് വേണ്ടി കാത്തിരുന്നവരാണ് നിങ്ങളെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്താണ് 10ാം ക്ലാസ് യോഗ്യതയാണ് നമുക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു എക്സാമിനോട് താല്പര്യമുള്ളവരാണ്, അതായത് ഈ ഒരു ഫീൽഡിനോട് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ഈ ഒരു അവസരത്തെ നഷ്ടപ്പെടുത്തരുത്, അപ്ലൈ ചെയ്യുവാനായിട്ട് തുടങ്ങുക. ഓൺലൈനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഈ ഒരു ടൈം പീരീഡ് യൂസ് ചെയ്യുക. നിങ്ങൾ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക. നമുക്ക് എക്സാം വരുന്നത് ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും. 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും നമുക്ക് ഈ ഒരു എക്സാം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം എന്തും സ്റ്റാർട്ട് ചെയ്തിരിക്കണം, പഠനവും തുടങ്ങിയിരിക്കണം. ഓക്കെ, അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു പോസ്റ്റ് ആണ് ഇതെങ്കിൽ നിങ്ങൾക്കത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആരും ഇത് എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. ആൻഡ് ദെൻ നല്ല ഒരു സാലറി പാക്കേജ് ആണ് വരുന്നത്. നമുക്ക് എന്താണ് ഈ ഒരു ഓരോ കുട്ടികളും ആഗ്രഹിക്കുന്നത് പോലെ ഒരു ചെറുപ്രായത്തിൽ അല്ലേ, നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 23 വരെയാണ്. അപ്പോൾ ആ ഒരു ഏജ് ലിമിറ്റിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഒരു സാലറി പാക്കേജ് ആണ് പറയുന്നത്, അത് നേടിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ടോട്ടൽ വേക്കൻസീസ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് 39,481 ആണ്. ഈ ഒരു എന്താണ് നമ്മുടെ ഈ ഒരു വേക്കൻസി ലിസ്റ്റ് ഉറപ്പായും ഉയരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ തവണയും അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് പിന്നീട് എന്ത് ചെയ്യും, വേക്കൻസീസ് ഉയരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 39,481 എന്ന് പറയുന്ന വേക്കൻസി ഉയരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 39,481 ഒരാളായിരിക്കണം നിങ്ങൾ. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇപ്പോഴേ നിങ്ങൾ പരിശ്രമിച്ച് തുടങ്ങണം. ആൻഡ് ദെൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 23 വയസ്സിനുള്ളിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഏജ് റിലാക്സേഷൻ ഉള്ള കാറ്റഗറീസ് ഉണ്ട്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കുക. നിങ്ങൾ ഏജ് റിലാക്സേഷൻ കിട്ടുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പീരീഡും കൂടി കണക്കിലെടുത്ത് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. അതായത് SC/ST ആണെന്നുണ്ടെങ്കിൽ 5 വർഷവും, OBC ആണെന്നുണ്ടെങ്കിൽ 3 വർഷവും, എക്സ് സർവീസ് മാൻ ആണെങ്കിൽ 3 വർഷവും, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ചിൽഡ്രൻ ആൻഡ് ദ ഡിപെൻഡന്റ് ഓഫ് വിക്ടിം കിൽഡ് ഇൻ ദ 1984 ഈ ഒരു ടൈപ്പ് ഓഫ് EWS ആണെങ്കിലും എല്ലാം നമുക്ക് എന്താണ് 5 വർഷം കൂടി റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാറ്റഗറിയിൽ ഇൻക്ലൂഡഡ് ആണ് നിങ്ങളെങ്കിൽ ഈ ഒരു ടൈം പീരീഡും കൂടി നിങ്ങൾക്ക് ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ 18 മുതൽ 23 വയസ്സ് വരെ ഉള്ളവരാണ് എന്ന് കരുതി ഈ 5-3 വർഷങ്ങളൊന്നും നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പോകരുത്. അതുപോലെ തന്നെ എന്താണ് പഠിച്ചു തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പഠിച്ചു തുടങ്ങുക എന്നത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം എന്താണ്, നമ്മുടെ എക്സാം വരുന്നത് അടുത്ത മാസം ജാനുവരി ഫെബ്രുവരിയിലാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പീരീഡേ നമുക്ക് ഇനി മുന്നിലുള്ളൂ. ആ ഒരു സമയം വേണ്ട രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ആദ്യം നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ആൻഡ് ദെൻ ആ ഒരു എക്സാമിൽ നിങ്ങൾ വിൻ ചെയ്യുകയാണ്, നേടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഫിസിക്കൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ എന്താണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ ആദ്യം എന്ത് വേണം, എക്സാം എഴുതി അത് നേടിയെടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ കറക്റ്റ് ആയിട്ട് ഓൺലൈൻ വഴി എന്താണ് തെറ്റുകളൊന്നും വരാത്ത രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ദെൻ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, 14/10/2024 വരെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയുന്നത്, സബ്മിറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആരും ആ ഒരു ദിവസം വരെ കാത്തിരിക്കരുത്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആ സ്ഥിതിക്ക് ഉടനടി തന്നെ എന്ത് ചെയ്യാനായിട്ട് നോക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ ഫീ എന്ന് പറയുന്നത്, ഇതിനൊരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, അത് 100 രൂപയാണ്. ആൻഡ് ദെൻ എല്ലാവർക്കും ഈ 100 രൂപയില്ല. വുമൺ കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ, അതുപോലെ തന്നെ SC/ST വിഭാഗത്തിൽ പെടുന്നവരാണ്, ESM ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് നൽകേണ്ടതില്ല. അപ്പൊ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പിക്കുക. ആൻഡ് ദെൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് എന്ത് ചെയ്ത് തുടങ്ങുക, നിങ്ങൾ
പഠിച്ചു തുടങ്ങുക. നമ്മുടെ കേരളത്തിലും എക്സാമിനേഷൻ സെന്റർ ഉണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എക്സാമിനേഷൻ സെന്റേഴ്സ് നമുക്ക് കേരളത്തിൽ വരുന്നത് എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ എന്നീ ജില്ലകളിലാണ് നമുക്ക് എക്സാം സെന്ററുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ദൂരെ എവിടെയും പുറത്തൊന്നും പോയി എക്സാം എഴുതേണ്ട കാര്യമില്ല. ഈ ഒരു നമ്മുടെ ജില്ലയിലൊക്കെ തന്നെ കിട്ടാനായിട്ട് നിങ്ങൾ നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തിനുള്ളിലാണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. പരമാവധി എന്ത് ചെയ്യുക, എഴുതി എടുക്കാൻ ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ മാക്സിമം ഇത് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരെല്ലാവരും അപ്ലൈ ചെയ്യട്ടെ, അവരെല്ലാവരും പഠിക്കട്ടെ. ആൻഡ് ദെൻ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവരും അപ്ലൈ ചെയ്ത് പഠിക്കാനായിട്ട് ആരംഭിക്കുക. ഓക്കെ, ആൻഡ് ദെൻ ഇതിന്റെ പോർഷൻസും കാര്യങ്ങളും എങ്ങനെയാണ്, ഇതിന്റെ സിലബസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഡീറ്റെയിലുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.